ഒരു മനുഷ്യന്റെ വാക്ക് നിയമമായിരുന്നത്. ഒരു ജനത മുഴുവൻ ചെങ്ങലകളിൽ ജീവിച്ചു. നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ഒരു നിലവിളി ഉയർന്നു. നിലവിളിയല്ല, പക്ഷേ ഒരു കരച്ചിൽ. അടിമത്തത്തിന്റെ ലോകത്തെ മാറ്റാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കുഞ്ഞ്. ഫറവോൻ സ്വയം നിയന്ത്രിക്കാൻ കഴിയാത്തതിനെ ഭയമായിരുന്നു. എബ്രായർ എണ്ണത്തിൽ പെരുകി അത് അവനെ ഭയപ്പെടുത്തി. അങ്ങനെ അവൻ ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. ഓരോ എബ്രായ അമ്മയുടെയും ഹൃദയങ്ങളെ മരവിപ്പിക്കുന്ന ഒന്ന്. ജനിക്കുന്ന എല്ലാ എബ്രായ ആൺകുട്ടികളെയും നൈൽ നദിയിൽ എറിയണം. പെൺകുട്ടികൾ മാത്രമേ ജീവിക്കൂ. ശാന്തമായ ഒരു ഹീബ്രു ഗ്രാമത്തിൽ, ഒരു വീട്ടിൽ പ്രതീക്ഷയുടെ ഒരു കിരണം പിറന്നു. യോഖേബെദ് എന്ന അമ്മയും ഭർത്താവ് അമ്രാമും. അപകടം നിറഞ്ഞ ആ കാലത്തിൽ അവർ ആ കുഞ്ഞിനെ ചേർത്തു പിടിച്ചു. അവന്റെ നിലവിളികൾ മൃദുവായിരുന്നു, പക്ഷേ ഭയം മൂലം അവരുടെ ഹൃദയമിടിപ്പുകൾ ഉച്ചത്തിലായിരുന്നു. അവർ അവനെ ഒളിപ്പിച്ചു. 3 മാസക്കാലം അവർ നിശബ്ദതയിൽ ജീവിച്ചു. എന്നാൽ ഹൃദയങ്ങൾ ഭയത്താൽ പിടിക്കുമ്പോൾ ഏറ്റവും മൃദുലമായ നിലവിളി പോലും ഉച്ചത്തിൽ പ്രതിധ്വനിക്കുന്നതായി തോന്നുന്നു. കുഞ്ഞിനെ ഇനിയും ഒളിപ്പിക്കാൻ പറ്റില്ലെന്നായപ്പോൾ അവനെ സംരക്ഷിക്കാൻ വേണ്ടി യോഖേബെദ് മറ്റാരും അതുവരെ ചെയ്യാത്തത് ചെയ്തു. അവൾ തന്റെ കുഞ്ഞിനെ, തന്റെ അമൂല്യനിധിയെ നൈൽ നദീകരങ്ങളിൽ വെച്ചു. ഒരമ്മയുടെ പ്രതീക്ഷ കൊണ്ട് മുദ്രയിട്ട ആ കുട്ട നൈൽ നദിയിലൂടെ ഒഴുകിപ്പോയി. നദിക്കരയിൽ കുറച്ചകലെയായി ആ കുട്ടിയെ പിന്തുടർന്നുകൊണ്ട് അവന്റെ സഹോദരി. കുഞ്ഞ് സുരക്ഷിതമായ കരങ്ങളിൽ എത്തിച്ചേരണമെന്ന് അവർ പ്രാർത്ഥിച്ചു. അതേ നദിയിൽ ഫറവോന്റെ മകൾ തോൽമാരുമൊത്തു കുളിച്ചുകൊണ്ടിരുന്നു. വിധി തനിക്കായി ആ ദിവസം കരുതിവച്ചിരുന്നത് അറിയാതെ. നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് വെള്ളത്തിലൂടെ ഒഴുകി വന്ന ആ കുട്ടയിൽ നിന്ന് ഒരു നിലവിളി ഉയർന്നു. അവൾ ആ കുട്ട തുറന്നു. ഒരു എബ്രായ കുട്ടി. രാജകുമാരി ആ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കി. അവൾക്ക് അവനോട് ദയ തോന്നി. ഞാൻ അവനെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തു എന്ന് പറഞ്ഞു. അവൾ അവൻ മോശ എന്ന് പേരിട്ടു. ഇതൊക്കെ ദൂരെ മാറി നിന്ന് കണ്ടുകൊണ്ടിരുന്ന ആ ധൈര്യശാലിയായ കൊച്ചു പെൺകുട്ടി മോശയുടെ ചേച്ചി രാജകുമാരിയുടെ അടുത്തേക്ക് പതിയെ. അവൾ ചോദിച്ചു, ഈ പൈതലിന് മുല കൊടുക്കേണ്ടതെന്ന് ഒരു എബ്രായ സ്ത്രീയെ ഞാൻ പോയി വിളിച്ചുകൊണ്ടുവരട്ടെ? ഫറവോന്റെ മകൾക്കു ആ നിർദ്ദേശം ഇഷ്ടപ്പെട്ടു. അതെ, പോയി വിളിച്ചുകൊണ്ടുവരും. അവൾ മറുപടി പറഞ്ഞു. ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്ന അമ്മ യോഖേബെദിന്റെ അടുത്തേക്ക് മിരിയാം തിടുക്കത്തിൽ മടങ്ങി. അമ്മേ, വേഗം വരൂ. കുഞ്ഞിൽ പാലൂട്ടാൻ ഒരാളെ രാജകുമാരി നോക്കുന്നുണ്ട്. സഹായിക്കാൻ കഴിയുന്ന ഒരു എബ്രായ സ്ത്രീയെ എനിക്കറിയാമെന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. വികാരങ്ങളുടെ സമ്മിശ്രണത്തോടെ യോഖേബെദ് തന്റെ മകളെ പിന്തുടർന്ന് രാജകുമാരിയുടെ അടുത്തേക്ക് പോയി. ഈ കുട്ടിയെ കൊണ്ടുപോയി എനിക്ക് വേണ്ടി വളർത്തു, ഞാൻ നിനക്ക് ശമ്പളം തരാം. രാജകുമാരി വാഗ്ദാനം ചെയ്തു. യോഖേബെദ് തന്റെ സന്തോഷം മറച്ചുവെച്ച് ആ ജോലി ഏറ്റെടുത്തു. അവൾ കുഞ്ഞിനെ കൈകളിൽ എടുത്തു. ദൈവത്തിന്റെ ദിവ്യ പദ്ധതി അവിടെ വെളിപ്പെടുകയായിരുന്നു. മോശ എന്നു പേരുള്ള ആ കുട്ടി സ്വന്തം കുടുംബത്തിന്റെ സുരക്ഷിതത്വത്തിലും പരിചരണത്തിലും തനിക്ക് ദോഷം വരുത്താൻ സാധ്യതയുള്ള രാജകുമാരിയുടെ കൈകളാൽ സംരക്ഷിക്കപ്പെട്ടു വളർന്നു. അവൻ ഫറവോന്റെ നിഴലിലാണ് വളർന്നത്. പക്ഷേ അവൻ തന്റെ ജനത്തിന്റെ സ്വാതന്ത്ര്യം ആഗ്രഹിച്ചു. ഫറവോന്റെ ഭരണത്തിനെതിരെയുള്ള പ്രതിഷേധാഗ്നി അവന്റെ ഹൃദയത്തിൽ ജ്വലിച്ചു. ഒരു ദിവസം അവൻ ഒരു രാഷ്ട്രത്തെ നയിക്കും. മോശയുടെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. ഇത് ഇസ്രായേൽ ചരിത്രത്തിന്റെ വലിയൊരു തുടക്കം മാത്രമാണ്. അത്ഭുതങ്ങളും അനുസരണക്കേടും ദൈവശിക്ഷയും ദൈവത്തിന്റെ കരുതലും ഒക്കെ അനുഭവിച്ച വലിയൊരു യാത്രയുടെ തുടക്കം. പിരമിഡുകളുടെ നാട്ടിൽ ഒരു മനുഷ്യ